ഹലോ, ഇന്ന് ഞാൻ എങ്ങനെയാണ് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഫെവിക്കോളും കോൺഫ്ലോറും ആണ്. 1 കപ്പ് ഫെവിക്കോളിന് 1 കപ്പ് കോൺഫ്ലോർ, ആ ഒരു റേഷ്യോയിൽ വേണം ഇതെടുക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈം ക്ലേ ഉണ്ടാക്കിയപ്പോൾ സെയിം വെയ്റ്റിനായിരുന്നു കോൺഫ്ലോറും ഫെവിക്കോളും എടുത്തിട്ടുണ്ടായിരുന്നത്. 100 ഗ്രാം ഫെവിക്കോളിന് 100 ഗ്രാം കോൺഫ്ലോർ, ആ ഒരു മെഷർമെൻറ്റിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ക്ലേ ഭയങ്കര ഹാർഡായി, യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. പിന്നെ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ക്ലേ ഉണ്ടാക്കി നോക്കുന്നത്. ആർക്കെങ്കിലും ക്ലേ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ എങ്ങാനും ഫെയിലായി കഴിഞ്ഞാലും കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നഷ്ടം വരുന്നുള്ളൂ. അപ്പം നമ്മളെടുക്കുന്ന ക്ലേയും കോൺഫ്ലോറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫെവിക്കോളിലോട്ട് കോൺഫ്ലോർ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പിന്നെ 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. ഇതിലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് അക്രിലിക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ക്ലേക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അക്രിലിക് പെയിൻറ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്ലേ ഉണ്ടാക്കുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇത് അവനിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ അവനിൽ മൈക്രോവേവ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 2 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യണം. 30 സെക്കൻഡ് വീതമുള്ള 4 ഇൻ്റർവെല്ലായിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോഴും ഇത് പുറത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വീണ്ടും മൈക്രോവേവ് ചെയ്യാൻ. ഫസ്റ്റ് 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ടൈം മൈക്രോവേവ് ചെയ്യാൻ വയ്ക്കാം. സെക്കൻഡ് ടൈം മൈക്രോവേവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ക്ലോട്ടൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് 30 സെക്കൻഡ്സും കൂടി മൈക്രോവേവ് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമലി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത ബൗളും സ്പൂണും ഒക്കെ വേണം എടുക്കാൻ. അതുപോലെ പാനിലാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നോർമലി വീട്ടിൽ യൂസ് ചെയ്യാത്ത പാൻ വേണം എടുക്കാൻ. 3ാമത്തെ പ്രാവശ്യം മൈക്രോവേവ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഹാർഡായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി മൈക്രോവേവ് ചെയ്തെടുക്കണം. ഓരോ അവനിൽ മൈക്രോവേവ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കൺസിസ്റ്റൻസി ഇങ്ങനെ ആവുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലാസ്റ്റ് ടൈം മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടും ഹാർഡായിട്ടുമാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതിൻ്റെ ചൂട് അല്പം കുറഞ്ഞ ശേഷം ജസ്റ്റ് കയ്യിലൊന്ന് തൊട്ട് വേണം ഇത് കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത്. വിരൽ കൊണ്ട് നുള്ളി നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിക്കില്ല. എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു നനവുണ്ടായിരുന്നുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കുന്നത്. ഇത് നല്ലപോലെ കുഴച്ച് നമുക്ക് ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ആകുമ്പോൾ മാത്രമേ നമ്മളിത് കുഴയ്ക്കാൻ തുടങ്ങാവൂ. കുറച്ചായിട്ട് കോൺഫ്ലോർ ഇട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഏതാണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. കൈ കൊണ്ട് തന്നെ ഇത് തൊടണമെന്നില്ല, ഗ്ലൗസ് യൂസ് ചെയ്താലും മതി. നല്ലപോലെ സമയമെടുത്ത് വേണം ഇത് സോഫ്റ്റാക്കി എടുക്കാൻ. ഇത് ബൗളിൽ നിന്നൊന്ന് മാറ്റി നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് സോഫ്റ്റ് സ്മൂത്തും ആയി കഴിഞ്ഞാൽ ക്ലേ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 24 hours റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അത് കഴിഞ്ഞ് മാത്രമേ ക്ലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടെയ്നറിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്. ഇനി ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്ലിസറിനോ ഓയിലോ എന്തെങ്കിലും ഇതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കണം. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ റാപ്പോ എന്തെങ്കിലും കൊണ്ടുവന്ന് ചുറ്റി കവർ ചെയ്ത് വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണം.